ശിക്ഷിക്കുന്ന അടിമകൾ പ്രയാസപ്പെടുമ്പോൾ മാറി ശിക്ഷിക്കല. ഇത് കണ്ട് സഹിക്ക വയ്യാത്തത് കൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന സംഖ്യ കൊടുത്ത് വാങ്ങാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ വിലയില്ലാത്ത രൂപത്തിൽ വിറ്റ് കളഞ്ഞതാണ് ആര്? ഉമയ്യ. ആരെ? ബിലാലിനെ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ ഉമർ പറയുന്നു, അബൂബക്കർ സയ്യിദുന വഅതഖ സയ്യിദന. എന്താ ശൈലി! അബൂബക്കർ സയ്യിദുന, അബൂബക്കർ നമ്മുടെ നേതാവാണ്. വഅതഖ സയ്യിദന, നമ്മുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ച ആളാണ്. നമ്മുടെ നേതാവായ ബിലാലിനെ അടിമത്വത്തിൽ നിന്നിട്ട് അദ്ദേഹം വിലക്ക് വാങ്ങി. എന്നിട്ട് നീ സ്വതന്ത്രനാണ്, നീ ഹുറാണ് എന്ന് പ്രഖ്യാപിച്ചു മഹാനായ അബൂബക്കർ. സുബ്ഹാനല്ലാഹ്. അതാണ് ബിലാൽ. ആ ബിലാൽ അടികൊള്ളുമ്പോൾ നിനക്ക് ഈറ വരുന്ന ഉമയ്യയോട് കേൾക്കൂ, നിനക്ക് ദേഷ്യം വരുന്ന, കോപം വരുന്ന, നിനക്ക് ചൊടി വരുന്ന വല്ല പദവും അഹദിനേക്കാളും വലിയതുണ്ടെങ്കിൽ അത് പറഞ്ഞിരുന്നേനെ. മനസ്സിലായില്ലേ? അഹദുൻ അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ശിക്ഷ വർദ്ധിക്കുകയാണ്. അപ്പോൾ മൂപ്പരുടെ മറുപടി, നിനക്ക് ദേഷ്യം വരുന്ന പദം ഇതിനേക്കാളും വേറൊന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിരുന്നേനെ. അപ്പോൾ മരണത്തോട് മല്ലിടുന്ന സമയത്ത് പദം മാറ്റാതെയാണ് മഹാനായ, സത്യം പറയുന്ന മാറ്റാതെയാണ് ബിലാൽ പഠിപ്പിച്ച ഭാഗം. അതുപോലെ തന്നെ മഹാനായ ഹബീബ് ആരാണ്? നിങ്ങൾ ഈ കാണുന്ന ഉഹദ് പോർക്കുളത്തിൻ്റെ പരിസരത്തിൽ ഒരു തള്ള നമ്മുടെ നേതാവായ ഒരു സഹോദരി പങ്കെടുത്തിട്ടുണ്ട്. പല സഹോദരിമാരുടെ കൂട്ടത്തിൽ അവർ പങ്കെടുത്തത് യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താക്കന്മാരുടെ സേവകന്മാരായിട്ട്, അവർക്ക് മഹാരിമുകളായി വരുന്ന പുരുഷന്മാരുടെ സേവകന്മാരായിട്ടാണ് പങ്കെടുത്തതെങ്കിലും അവിടേക്കെത്തുമ്പോൾ യുദ്ധത്തിൽ തന്നെ രംഗത്ത് വാളുമായി, അല്ലെങ്കിൽ പരിചയമായി, അല്ലെങ്കിൽ കൂടെയുള്ള ആയുധവുമായി ഇറങ്ങേണ്ടി വന്ന ഒരു രംഗമുണ്ടായി. എപ്പോഴാണിത്? ഒരവസരത്തിൽ ഈ അല്പമണിക്കൂറുകളിലൂടെ ഉഹദ് പോർക്കളത്തിൽ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ നിന്നിട്ട് പലരും വിട്ടുപിരിഞ്ഞൊരു രംഗം. അപ്പോൾ റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ വേണ്ടി പല മുഹാജിർ അൻസാറുകളായ സഹാബാക്കൾ ഒന്നൊന്നായി 7ഓളം പേര് നിലം പതിക്കുന്ന നബിയുടെ മടിയിൽ കിടന്നിട്ട് അന്ത്യശ്വാസം വലിച്ച രംഗം ഉഹദ് പോർക്കളത്തിന്റെ മുമ്പിൽ ഉണ്ടായതായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, നമ്മുടെ റസൂല് 7ാമത്തെ വ്യക്തിയെ നബിയുടെ മുമ്പിൽ വരുന്ന വാളുകളെ, നബിയുടെ മുമ്പിൽ വരുന്ന അമ്പുകളെ, നബിയുടെ മുമ്പിൽ വരുന്ന ഏറുകളെ സ്വീകരിച്ചുകൊണ്ട് നിലം പതിച്ച് 7ാമത്തെ വ്യക്തി നബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഷഹീദായപ്പോൾ നബി പറയുന്നു, നമ്മുടെ സഹാബാക്കളായ ഈ അൻസാറുകൾക്ക് അവർക്ക് നൽകേണ്ടതായ അവകാശം വേണ്ടതുപോലെ നാം നൽകിയിട്ടില്ല, അവരോട് നാം നീതി പുലർത്തിയിട്ടില്ല. അഥവാ അവർ ചെയ്യുന്നത് വളരെ കൂടുതലായി, നാം ഒന്നും അവർക്ക് പകരം നൽകിയിട്ടില്ല എന്ന് പറയും പോലെ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംരക്ഷിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു കണ്ടപ്പോൾ ഉമ്മു ഇമാറ റളിയല്ലാഹു തആല അൻഹാ, പെണ്ണാണ്, കുറച്ച് വയസ്സുള്ളവളാണ്, വയസ്സും പ്രായമുള്ള ആളാണ്. ഉമ്മു ഇമാറ രംഗത്തിറങ്ങി. എന്നിട്ട് ഇബ്നു ഖംഅ എന്ന ഒരു മഹാപടുവെട്ടി അവന്റെ കുതിരയുടെ മീതെ കയറിയിട്ട് നബിയെ വധിക്കാൻ വേണ്ടി വരുന്ന വരവേൽപ്പിന്റെ മുമ്പിൽ ആ മഹദി നിന്നു കൊടുത്തു. എന്നിട്ട് അവൻ ആഞ്ഞടിക്കുന്നതായ അവന്റെ അടിയെ ഉമ്മു ഇമാറ തോളിലൂടെ സ്വീകരിച്ചു. ഉമറുൽ ഖത്താബിന്റെ കാലം വരെ ഉമ്മു ഇമാറ ജീവിക്കുകയായിരുന്നു. മഹാകുഴിയായിരുന്നു ഇവിടെ പരിക്ക്. പണ്ട് ഉഹദിൽ നിന്നിട്ട് ഏറ്റ പരിക്കായിരുന്നു അത്. ഉമ്മു ഇമാറ റളിയല്ലാഹു തആല അൻഹാ, അതെ, ഒരു പെണ്ണാണിത്. ആ ഉമ്മു ഇമാറ റളിയല്ലാഹു തആല അൻഹാ അവരുടെ മകൻ ഹബീബിനെ അയച്ചിരുന്നു. എവിടേക്ക്? എൻ്റെ കൂടെ ക്ലാസ് മെമ്പർമാരില്ലേ? എവിടേക്ക്? യമാമയിലേക്ക്. എന്തിനാണ്? യമാമയിൽ മുസൈലമത്തുൽ കദ്ദാബി എന്ന പടുകള്ളനായ നബിയാണെന്ന് വാദിച്ചതായ ആ പടുവിഡ്ഢിയെ വധിക്കാൻ വേണ്ടി ഖാലിദിന്റെ പട്ടാളം ഇവിടെ നിന്ന് പോയപ്പോൾ ഖാലിദിന്റെ പട്ടാളത്തോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അനുവദിച്ചതായിരുന്നു ഉമ്മു ഇമാറ പോകാൻ അവരുടെ ഭർത്താവോടൊപ്പം. ആ സന്ദർഭത്തിൽ മഹദിയായ ഉമ്മു ഇമാറ അവിടെ പങ്കെടുത്തു.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ മകൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചതിന് പകരം വീടാൻ വേണ്ടിയായിരുന്നു ആ പങ്കെടുത്തിരുന്നത്. ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എഴുത്തുമായി അയച്ചതായിരുന്നു. ആരിലേക്ക്? എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? മുസൈലിമത്തുൽ കദ്ദാബിലേക്ക്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ റസൂലെ എഴുത്തയക്കുകയാണ്. മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ ദൂതരുമായ മുഹമ്മദിൽ നിന്നിട്ട് ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്, പടുകള്ളനായ മുസൈലിമയിലേക്ക് എഴുത്ത്. അത് ഒരു എഴുത്തിന് മറുപടിയായിരുന്നു. അതെന്താണ്? മുസൈലിമ എഴുതിയ ഒരു എഴുത്തുണ്ട്, അതിനു മുമ്പ് വന്ന എഴുത്ത്. ആ എഴുത്ത് എന്താണ്? മിൻ മുസൈലിമത്ത റസൂലില്ലാഹി ഇലാ മുഹമ്മദിൻ റസൂലില്ലാ, അള്ളാഹുവിന്റെ ദൂതരായ മുസൈലിമയിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദിലേക്ക് എഴുത്ത്. അറബികൾ പകുതി എനക്കാണ് പകുതി നിങ്ങൾക്കാണ്. അഥവാ യമൻ ഭാഗത്തുള്ളവർക്കും യമാമ ഭാഗത്തുള്ളവർക്കും ഞാൻ നബിയാവാം, നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് നിങ്ങൾ നബി ആയിക്കോളി, നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഓരോച്ചെടുക്കാം. ഈ എഴുത്തിന് മറുപടി അയക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിന്റെ ദൂതരായ റസൂലിൽ നിന്നിട്ട് മുസൈലിമയിലേക്ക് എഴുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എഴുത്തയച്ചപ്പോൾ ആ എഴുത്ത് കൊണ്ടുപോയത് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച നമ്മുടെ നേതാവായ ഉമ്മു ഇമാറയുടെ മകൻ ഹബീബിന്റെ കയ്യിലായിരുന്നു കൂട്ടരേ. മഹാനായ ഹബീബ് റളിയല്ലാഹു തആല അൻഹു അവിടെ എത്തിയപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ട സംഭവമാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അൽ ഇസാബ ഫീ തമീസ് സഹാബ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് ഹബീബിന്റെ ഹിസ്റ്ററിയിൽ ഈ സംഭവം. അതുപോലെ ഇതേ ഹബീബിന്റെ കഥ എവിടെയുണ്ട്? മഹാനായ ഇമാം ദഹബി, ഹാഫിദ് ദഹബി അദ്ദേഹത്തിന്റെ സിയർ അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ 25 വാള്യമുള്ള ഗ്രന്ഥത്തിലും വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഹബീബിനോട് മുസൈലിമ എഴുത്ത് കിട്ടിയ ഉടനെ തന്നെ ഹബീബിനെ കൊല്ലാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്ന ശൈലി കേട്ടോളീൻ. പറയുന്നു, എടോ ഹബീബേ, ഞാൻ അള്ളാന്റെ മുഹമ്മദ് അള്ളാന്റെ ദൂതരാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അതെ, വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ ദൂതരാണ് മുഹമ്മദ്. അതെ, ഞാനും അള്ളാഹുവിന്റെ ദൂതരാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഇല്ല എന്നോ? അല്ല, കേൾക്കുന്നില്ല. അസത്യം കേൾക്കരുത്, അസത്യം കേൾക്കരുത്, അസത്യം ശ്രദ്ധിക്കരുത്, അസത്യം ഉൾക്കൊള്ളരുത്, അസത്യത്തിന് വില നൽകരുത്. അതാണ് ഹബീബ് പഠിപ്പിക്കുന്നത്. എന്താ മറുപടി? കേൾക്കുന്നില്ല എന്നാണ്. 3 തവണ ഈ സൈസിലുള്ള ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാറ്റിനും മറുപടി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജീവനോടെ ഉടലോടെ മഹാനായ ഹബീബിന്റെ കാത് മുറിക്കാൻ ആരംഭിച്ചു, ഓരോ അവയവം മുറിക്കാൻ ആരംഭിച്ചു. മാറ്റി പറയുന്നുണ്ടോ? ഇല്ല, ഇല്ല എന്നാണ്. ജീവനോട് എന്നേക്കുമായി വിടവാങ്ങി അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലുന്ന രംഗത്തിലേക്ക് എത്തുന്നത് വരെ മഹാനായ ഹബീബ് സത്യം മാറ്റി പറഞ്ഞിരുന്നില്ല എന്നതാണ്. അതെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇത് നിർബന്ധിതാവസ്ഥയിൽ ഹൃദയത്തിൽ സമാധാനത്തോടു കൂടി മാറ്റി പറയുന്നെങ്കിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മാറ്റി പറയാതെ ഷഹീദായി മരിക്കുന്നുണ്ടെങ്കിൽ അതും ഇസ്ലാം അനുവദിച്ച ശൈലി തന്നെയാണ് എന്ന് നാം പഠിച്ചു, അല്ലേ? ഇതേ ഹബീബിനെ കൊന്നതായ മുസൈലിമക്ക് പകരം ചോദിക്കാൻ വേണ്ടി മഹദിയായ ഉമ്മു ഇമാറ അവരുടെ മറ്റേ മകനെ അയച്ചിരുന്നു. എവിടേക്ക്? യമാമയിലേക്ക് അയച്ചിരുന്നു. എന്നിട്ട് യമാമയിൽ വെച്ചിട്ട് അവൻ്റെ കഥ കഴിയപ്പെട്ടു. നമ്മുടെ കഥ കേൾക്കാനൊക്കെ രസമുണ്ടാവും. എല്ലാവരുടെയും ഉറക്കമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ, ആർക്കും ക്ഷീണമില്ല, എനിക്കറിയാം. പക്ഷെ നമുക്ക് പാഠം പഠിക്കും വേണം, കഥ കേൾക്കും വേണം. അതാണ് മുഖ്യം. നമ്മുടെ കുട്ടികളെ കിട്ടോ? ഈ നടന്മാരുടെ ഗായകന്മാരുടെ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയതായ ആ കോന്തന്മാരുടെ തോന്നിവാസികളുടെ ഹിസ്റ്ററി വായിച്ചിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടും നെറ്റിലൂടെയും കൊട്ടയിലൂടെയും സമയം വേസ്റ്റാക്കിയിട്ടും ജീവിക്കുന്ന കുട്ടികളെ കിട്ടുമോ? അതാണ് ചോദ്യം. എന്നോട് നിങ്ങളോടും നാം ചോദിക്കേണ്ട ചോദ്യം അതാണ്. അവിടെയാണ് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന വകുപ്പ്. അവിടെയാണ് റബ്ബിന്റെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകാനുള്ള വകുപ്പ് അതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളോട് ചോദിക്കപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച പാഠമാണത്. നിനക്കും നിന്റെ സമൂഹത്തിനുമുള്ളതായ ദിക്റാണിത്, പഠിക്കാനുള്ള ഭാഗമാണ്. നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നത് എന്തെങ്കിലുമല്ല.
രണ്ടാമത്തെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിന് വിരാമമിടാം. എന്തിനാണ്? ഇവിടെ പരീക്ഷയുണ്ട്, പെട്ടെന്ന് 10 മിനിറ്റുള്ള പരീക്ഷയാണത്. കഴിഞ്ഞ 4 ക്ലാസ്സിൽ കൊടുത്ത കുറിപ്പിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങളാണ്, ക്ലാസ് മെമ്പർമാർക്ക് മാത്രം. പിന്നെ നമ്മുടെ സന്ദർശകർക്കുള്ള ചോദ്യവും ഉണ്ടായിരിക്കാം, അതിന് മറുപടിയും കേൾക്കാം. വേജാറാവണ്ട, പ്രയാസപ്പെടേണ്ട. സന്ദർശകർക്കുള്ള ചോദ്യം ആദ്യമായിരിക്കും, ചോദ്യത്തിന് മറുപടി. എന്തുകൊണ്ട്? അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ വിട്ടു പിരിഞ്ഞു പോവുകയും ചെയ്യാം എന്നതുകൊണ്ട്, അവരൊക്കെ യാത്രക്കാരൊക്കെ ആയിരിക്കും എന്നതുകൊണ്ട്. രണ്ടാമത്തെ ഉദാഹരണം നമ്മുടെ വിഷയത്തോട് ബന്ധിക്കുന്ന ഉദാഹരണം. അതെന്താണ്? ഒരാൾക്ക് പന്നിയിറച്ചി, പന്നിമാംസം പോലത്തതായ ഹറാമായ ഭാഗമുണ്ട്. അത് നിർബന്ധിതാവസ്ഥയിൽ കഴിക്കാമെന്ന് ഖുർആൻ പറഞ്ഞു, അല്ലേ? കേട്ടില്ലേ നിങ്ങൾ? ഖുർആൻ പറഞ്ഞ ഭാഗം അല്ലേ? അത് ഒഴിവാക്കാമോ, വേണ്ടാന്ന് വെക്കാമോ? അതിന് നമ്മുടെ നേതാക്കളിൽ തെളിവ്. അതെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹമിയെക്കുറിച്ച് മഹാനായ ഇബ്നു അസാക്കിർ നീട്ടി വലിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 80 വാല്യമുള്ള ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ 80 വാല്യമുള്ള, നമ്മുടെ നേതാക്കളൊക്കെ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ വാല്യംസിൻ്റെ എണ്ണമാണ് കേട്ടത്. എത്ര? 80 വാല്യം. പട്ടണത്തിൽ കിട്ടും, വാങ്ങാൻ കിട്ടും. 80 വാല്യമാണ് നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ഒരു ഗ്രന്ഥം. അങ്ങനെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇതൊക്കെ എഴുതി കൂട്ടിയത് എപ്പോഴാണെന്ന് നമ്മളൊന്ന് ചോദിക്കും. അവർക്കൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുമ്പോൾ നെറ്റ് ഉണ്ടോ, സെക്സ് ഉണ്ടോ, ഫ്ലൂ ഫിലിം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഈ ചുറ്റുപാട്ടോട് അനുവദിച്ച രൂപത്തിലുള്ളതായ എല്ലാ വിനോദങ്ങളുമുണ്ട്, എല്ലാ കളിയുമുണ്ട്. ഇമാം മാലിക് മദീനത്തെ പള്ളിയിൽ ഇമാമത്തായി നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ മന്ദളം പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ കാശുണ്ടാക്കാം. ഇമാം മാലിക് മന്ദളം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ തല പൊട്ടി തലയിലേക്ക് എറിഞ്ഞു എന്നാണ്. എന്നിട്ട് ഇതിനുള്ള ശിക്ഷ അതാണ്. നിനക്ക് ഹലാലിലൂടെ സമ്പാദിച്ചുകൂടോ എന്ന് ചോദിച്ചു എന്നാണ്. ഹലാലിലൂടെ നിനക്ക് സമ്പാദിച്ചുകൂടോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും എന്തുണ്ട്? അതാത് കാലഘട്ടത്തിലേക്ക് യോജിക്കുന്ന രൂപത്തിലുള്ളതായ എല്ലാ വിനോദങ്ങളുമുണ്ട്, ഇല്ലായികയൊന്നുമല്ല. അതൊക്കെ എന്ത് ചെയ്തു? അവർ വേണ്ടാന്ന് വെച്ചു. കാരണം ഈ ജീവിതം കാര്യത്തിനുള്ള ജീവിതമാണ്, കളിക്കാനുള്ളതല്ല. കോടാന അറ്റമില്ല കോടി വർഷങ്ങൾ ജീവിക്കേണ്ടതായ രമ്യഹർമ്മ്യങ്ങളിൽ, പൂന്തോപ്പുകളിൽ, കൊട്ടാരങ്ങളിൽ, ഹൃദയത്തിൽ ഉദിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ജീവിതം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം അവർ ജീവിച്ചു. അതുകൊണ്ടാണ് ലോകത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ 30 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് കീഴടക്കാൻ സാധിച്ചത്, ചർച്ചാ വിഷയമാക്കി ഈ മതത്തെ മാറ്റാൻ സാധിച്ചത്. ലോകം അവരുടെ പേര് കേൾക്കുമ്പോൾ പേടിക്കുന്നവരായി അവർ മാറിയത് അവർക്ക് പേടിപ്പനി വരലാണ്. ഇന്ന് നാം അവരെ കേൾക്കുമ്പോൾ പേടിക്കുകയാണ്. കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ ഇത്ര അപകടത്തിൽ രക്ഷപ്പെടുത്തട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹമി, എന്താ അദ്ദേഹത്തിൻ്റെ കഥ? റോമൻകാരിലേക്ക് ഇവിടെ നിന്ന് ഉമറിൻ്റെ കാലഘട്ടത്തിൽ പോയി. റോമൻകാരിലേക്ക് ദഅവത്തിന് വേണ്ടിയും യുദ്ധത്തിന് വേണ്ടിയാണ് അവരുടെ പോക്ക്. നമ്മുടെ പോക്കല്ല അവരുടെ പോക്ക്, വ്യത്യാസമുണ്ട്. അവഗണിക്കൊന്നുമല്ല കേട്ടാ, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവർ അവിടെ എത്തിയപ്പോൾ രാജാവ് ഹുദാഫയെ ക്ഷണിച്ചു. ആരെ? അവരുടെ മുസ്ലിം ഉമറിൻ്റെ പ്രതിനിധിയായ മുസ്ലിം പട്ടാളത്തിൻ്റെ കമാൻഡർ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഡെലിഗേഷൻ്റെ ഹെഡിനെ, തലവന്, അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹമി. ക്ഷണിച്ചിട്ട് രാജാവ് പറഞ്ഞു, കൊട്ടാരം നിങ്ങൾക്ക് അറിയാമല്ലോ, നേതാക്കളുടെയൊക്കെ കൊട്ടാരത്തിൻ്റെ സ്ഥിതിയും പരാക്രമികളുടെ കൊട്ടാരത്തിൻ്റെ സ്ഥിതിയും അതൊക്കെ പറഞ്ഞറിയിക്കേണ്ടതില്ല. പറഞ്ഞു, തനസർ, നസറാണി ആവടാ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ വാഴപ്പഴം പോലെ തൊലി തിന്നാന്ന് നമുക്ക് മനസ്സിലാക്കിയത്. നസറാണി ആവടാന്ന് പറഞ്ഞു. തനസ്സർ, എന്നാൽ എൻ്റെ കൂടെ നിന്നെ ഞാൻ അസിസ്റ്റന്റ് രാജാവാക്കി മാറ്റാം, അല്ലെങ്കിൽ വസീറാക്കി മാറ്റാം. എന്താ വേണ്ടത്? ലോകത്തിലുള്ള വൻ രാഷ്ട്രത്തിൻ്റെ തലവന്മാരിൽ ഒരാൾ, അന്നത്തെ വൻ രാഷ്ട്രമാണ്, പറയുകയാണ് നിന്നെ ഇവിടെ നേതൃത്വം നൽകാം ഞാൻ, നീ നസറാണിയായ മതിയെന്ന്. എന്ന് മാത്രമല്ല, എൻ്റെ പെൺകുട്ടിയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. മഹാനായ ഹുദാഫ പറയുന്നു, അബ്ദുള്ള പറയുന്നു, നിങ്ങളിപ്പോൾ ഭരിക്കുന്ന റോമൻകാരുടെ നാട് മാത്രമല്ല, ലോകത്തിൻ്റെ രാജാവാനുള്ള ചാൻസ് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശം മാറ്റി പറയുക തന്നെയില്ല. ലോകം മുഴുവൻ കിട്ടുകയാണെങ്കിലേ, ലോകത്തിൻ്റെ മുഴുവൻ രാജാവുകയാണെങ്കിൽ, അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഒരു നിമിഷം പോലും തൽക്കാലത്തേക്ക് മുഹമ്മദിന്റെ മതം മാറ്റി പറയണമെന്ന് പറഞ്ഞാൽ എന്നെ അതിന് കിട്ടുകയും ഇല്ല. മഹാനായ അബ്ദുള്ള, നമ്മുടെ നേതാവ്. അതെ, എന്നാ പിന്നെ രണ്ടാമത്തേത് എനിക്ക് പറയാനുള്ളത്, നിന്നെ ഞാൻ വധിക്കും. എങ്ങനെ?
സാധാരണ വധമല്ല. പിന്നെയോ കുരിശിൽ കയറ്റിയിട്ട് അമ്പുകൾ കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് നിന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി ശിക്ഷ ഏൽക്കുന്ന രൂപത്തിൽ വധ ശിക്ഷ നൽകും. ആയിക്കോട്ടെ, പ്രശ്നമില്ല, ആയിക്കോട്ടെ, പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുരിശിൽ കയറ്റി സുലിബ ഉറുമിയ എറിയാൻ ആരംഭിച്ചപ്പോൾ പട്ടാളക്കാർ എറിയുന്നവർ പറഞ്ഞു രാജാവിനോട്, അദ്ദേഹം കരയും പോലെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ ദുഃഖഭാവം പോലെ തോന്നുകയാണ്. രാജാവിന്റെ ഓർഡർ വന്നു, താഴെ ഇറക്കൂ. അങ്ങനെ താഴെ ഇറക്കുകയും ചെയ്തു. ചോദിച്ചു, എന്താണ് മൂപ്പര് മനസ്സിലാക്കിയത്? അവർ മനസ്സിലാക്കിയത് ആള് മാറി എന്നുള്ളതാണ്. എന്താ, നിങ്ങൾ മരിക്കാൻ തയ്യാറില്ലേ? എന്നാൽ മതം മാറാൻ തയ്യാറാണോ? നീ പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറാണോ എന്ന രണ്ടാം ചോദ്യം. അപ്പോൾ മഹാനായ കേൾക്കൂ, സ്വർണ്ണ ലിപി കൊണ്ട് മായാതെ മങ്ങാതെ എഴുതി സൂക്ഷിക്കേണ്ടതായ പദം, ഇന്ന് വരെ ലോക മുസ്ലിങ്ങൾ സംരക്ഷിക്കുന്ന പദം, ലോക മുസ്ലിം ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ച പദം കേട്ടോളീൻ പറയുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ഞാൻ കരഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ ദുഃഖിച്ചത് മറ്റൊന്നുമല്ല. എന്താണ് ഞാൻ ദുഃഖിച്ചത്? ഞാനിപ്പോൾ ഒരു ശരീരമാണല്ലോ, ഈ ഒരു ശരീരം ഇപ്പോൾ ഇവിടെ നീ കൊല്ലുമ്പോൾ നശിച്ചു പോകുമല്ലോ. എൻ്റെ ശരീരത്തിലുള്ളതായ രോമത്തിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് എനിക്ക് അബ്ദുള്ളകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഓരോ അബ്ദുള്ളകളെയും അള്ളാഹ്ക്ക് വേണ്ടി ഇതുപോലെ കൊല്ലപ്പെടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ കൊതിച്ചു പോയതാണ്. കൂടി ദേഷ്യം വർദ്ധിച്ചു രാജാവിന്. രാജാവ് മനസ്സിലാക്കിയത് ഒരു അമ്പ് കൊള്ളുമ്പോൾ ആള് മാറിയെന്നാണ്, പറഞ്ഞതൊക്കെ എന്നാണ്. സംഭവം നേരെ മറിച്ചാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഈ കേട്ട റിപ്പോർട്ടല്ലാതെ വേറൊരു റിപ്പോർട്ടിൽ നമ്മുടെ വിഷയവുമായി ബന്ധിച്ച ഭാഗം ഒഫി റിവായത്തിന് വേറൊരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു പന്നിമാംസവും അപ്രകാരം തന്നെ വിരോധിക്കപ്പെട്ടതായ പാനീയങ്ങളും. എന്നിട്ട് റസൂലിനെ ചീത്ത പറയും, ആക്ഷേപിക്കും, ഭീഷണാർത്ഥപ്പെടും എന്നെല്ലാം കേട്ടതോടുകൂടി അദ്ദേഹം കൊല്ലപ്പെടും, തിന്നുന്ന പരിപാടിയില്ല. അപ്പോൾ തീറ്റയും നിർബന്ധിതാവസ്ഥയിൽ വേണ്ടാന്ന് വെച്ചു അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. തീറ്റയും നിർബന്ധിതാവസ്ഥയിൽ വേണ്ടാന്ന് വെച്ചു. എന്താണത്? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് പോയതാണ്, എന്നല്ല അതൊരു വ്യക്തിയായിട്ട് പോയതല്ല. മുസ്ലിങ്ങളുടെ പ്രതിനിധിയാകുമ്പോൾ പ്രാതിനിധ്യം ശരിക്കും ഉൾക്കൊള്ളണം, അംഗീകരിക്കണം എന്നവർക്കറിയാം. ഉമർ, ലോകത്തെ കിലിക്കുന്ന ഉമറിൻ്റെ പ്രതിനിധിയായിട്ടാണ് പോയിട്ടുള്ളത് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇതുപോലെയുള്ള കോന്തന്മാരുടെ നാട്ടിലേക്ക് നമ്മുടെ ഇതുപോലെയുള്ള വേറൊരു സഹാബി പോയപ്പോൾ റോമൻ ചക്രവർത്തിമാർക്ക് തോന്നി, ഇവരെ എപ്പോഴും മുസ്ലിങ്ങള് അവര് പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ തലതാഴ്ത്തുമെന്നല്ലാതെ നമ്മുടെ നേതാക്കളുടെ മുമ്പിൽ നമ്മുടെ പ്രജകൾ തലതാഴ്ത്തും പോലെ താഴ്ത്തുന്ന കാണാറില്ല. അതുകൊണ്ട് ഈ വരുന്നവരെ എനിക്ക് തലതാഴ്ത്തണം എന്ന് തീരുമാനിച്ചിട്ട് കേൾക്കൂ, ഒരു റോമൻ ചക്രവർത്തിമാരിൽ ഒരു കോന്തൻ എന്ത് കാട്ടി? രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ റുക്കൂ ആകൃതിയിലല്ലാതെ പറ്റാത്ത രൂപത്തിലുള്ള മാളമുണ്ടാക്കി, തോള. ആ മാളത്തിൽ കൂടി അവരെ അവിടെയെങ്കിലും ഒന്ന് തല താഴ്ത്തി വരട്ടെ എൻ്റെ മുമ്പിലേക്ക് എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ നേതൃത്വം തീരുമാനിച്ചു ആദ്യം പിൻസൈഡ് കടത്താൻ. എങ്ങനെ? രാജാവിൻ്റെ മുമ്പിലേക്ക് പിൻസൈഡ് ആദ്യം കൊടുത്തത്, മുൻഭാഗമല്ല. എന്താണ്? ഞങ്ങളെ കൊണ്ട് കളിക്കാനൊന്നും പറ്റൂല കൂട്ടരെ, ഞങ്ങൾ പണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ തലപൊക്കിയവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ തലപൊക്കിയ നാം പിന്നെ താഴ്ത്താനോ? ഇവിടുത്തെ നേതാക്കൾ പറയാറുണ്ട്, എന്ത്? ലോകത്തിലുള്ള ഏത് രാജാവ് മരിച്ചാൽ, നേതൃത്വം മരിച്ചാൽ എന്താ കാട്ടാറുള്ളത്? അനിസ്ലാമിക ശൈലിയാകുന്ന ഹിദാദി എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ കണ്ണോക്ക് കൊണ്ടാടാൻ വേണ്ടിയിട്ട് പതാക താത്ത, അല്ലേ? സൗദി അറേബ്യ എന്ത് ചെയ്യൂല? പതാക താത്തൂല. എന്താ അതിന് നേതൃത്വം പറയാറുള്ളത്? ഞങ്ങളുടെ പതാക ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ പതാകയാണ്, അത് താഴ്ത്താൻ പറ്റൂല, അത് ഇവിടുത്തെ രാജാവ് മരിച്ചാലും താഴ്ത്തൂല. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ചോദിക്കപ്പെട്ടല്ലോ പല ചോദിച്ച കൂട്ടത്തിൽ, എന്താണ് ഈ പനയും 2 വാള് സൈഡിലും, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് ചോദിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരു ഇന്ത്യക്കാരനോട് ചോദിച്ചതിന് മറുപടി, അത് ചിരിക്കാനാണ് അല്ല, നിങ്ങളുടെ രോമം പൊങ്ങാനോ അല്ല, ഇന്ത്യക്കാരൻ്റെ മറുപടി അത് ഇസ്ലാം നേർക്ക് നേരെ പോകാനുള്ളതാണ്. നേർക്ക് നേരെ പോയാൽ നല്ല തയ്യിബത്തായ വൃക്ഷത്തിലേക്ക് എത്താം, അഥവാ സ്വർഗത്തിലേക്ക് എത്താം. വളഞ്ഞു തിന്നി പോയാൽ ഇതാ സൈഡിലുള്ളത് വാളുകളാണ്,
വെട്ടിക്കളയും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞു പോലും. നല്ല ബുദ്ധി യുക്തിയുക്തമുള്ള മറുപടിയാണെന്ന് അതിന് താലീഖും ഇൻ്റർനെറ്റിൽ. ഇൻ്റർനെറ്റിൽ കാണുന്നതൊക്കെ ഉൾക്കൊള്ളാനുള്ളതല്ല കേട്ടോ, തെളിവ് സഹിതമുള്ളത് പറഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ. അതെ, നമ്മോടെയാണ് തിന്നില്ല എന്നുള്ളതാണ്, അതാണ് നമ്മുടെ വിഷയം. ഇത് ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിഷയത്തോട് ബന്ധിക്കലും അതുപോലെ നമ്മുടെ സദസ്യരായ സന്ദർശകർക്ക് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാനും അത് സഹായകമാകുന്നു. അപ്പോൾ തിന്നാൻ അനുവദിക്കപ്പെടാത്തതായ സാധനം ഒഴിവാക്കുകയും ചെയ്യാം. ഒഴിവാക്കേണ്ട ഈ ചരിത്രത്തിൻ്റെ പരിപൂർണതയിൽ മഹാത്മാക്കളായ നമ്മുടെ നേതാക്കൾ കുറിക്കുന്നു. അവിടെ നിന്ന് ഇതൊക്കെ കേട്ടിട്ട് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ശിർക്കിൻ്റെ തലയോട് പേറുന്നതായ ആ വിഡ്ഢി പറഞ്ഞു പോലോ, എൻ്റെ തല ചുംബിക്കാമോ എന്ന്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. അപ്പോൾ മഹാനായ അബ്ദുള്ള ചോദിച്ചു, എനിക്ക് വേണ്ടി എന്നെ രക്ഷപ്പെടുത്താൻ ചുംബിക്കൂല, പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ പിന്നിലുള്ള മുസ്ലിം പട്ടാളത്തിൽ നിന്നിട്ട് നീ അറസ്റ്റ് ചെയ്തവർക്കൊക്കെ മോചനം നൽകുമെങ്കിൽ ഞാൻ ചുംബിക്കാമെന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ എല്ലാവർക്കും മോചനം നൽകാൻ ആ നേതൃത്വം തീരുമാനിച്ചപ്പോൾ അവൻ്റെ തല ചുംബിച്ചു. ഈ വാർത്ത മദീനയിലേക്ക് എത്തിയപ്പോൾ മുസ്ലിം ലോക അന്നത്തെ നേതാവായ ഉമർ മഹാത്മാക്കളാകുന്ന നേതൃത്വങ്ങളോടുകൂടി മദീന കവാടത്തിലേക്ക് ചെന്നു. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ വരവേൽപ്പിനെ കാത്തിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് മുസ്ലിം നേതാക്കളോട് പറഞ്ഞു മഹാനായ ഉമർ, ഇത് ഷിർക്കിൻ്റെ തലയോട് തല ചുംബിച്ച വ്യക്തിയാണ്, മുസ്ലിങ്ങളുടെ തൗഹീദിൻ്റെ നേതൃത്വങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ആദരിക്കാൻ നിങ്ങൾ എല്ലാവരും തല ചുംബിക്കണം എന്ന്. അങ്ങനെ അബ്ദുല്ലാഹിൻ്റെ തല മദീനയിലുള്ള നേതാക്കൾ ഉമർ അടക്കം ചുംബിച്ചു എന്നാണ് അവർ മടങ്ങി വന്നപ്പോൾ. ഇതാണ് അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ കഥ. ഇതിലൂടെ പഠിക്കേണ്ട ഭാഗങ്ങൾ പലതും നാം പഠിക്കുകയും ചെയ്തു. സഹോദരന്മാരായ നമ്മുടെ സന്ദർശകർക്ക് വല്ല ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചോദ്യം, തവാഫ് മധ്യേ ഒരാൾ പറയുക മറ്റാൾ ഏറ്റുചൊല്ലുക എന്നത് വേണമോ എന്നുള്ളതാണ്. ആവശ്യമില്ല. തവാഫിൽ നിർബന്ധമായി ചെല്ലേണ്ടതൊന്നുമില്ല. ഒരു നിർബന്ധമായി ചെല്ലേണ്ട കാര്യങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ മാത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടി വരിക. നിർബന്ധമായി തവാഫിൽ ചെല്ലേണ്ടതൊന്നുമില്ല. ചെല്ലേണ്ടത് മുഴുവനും സുന്നത്താണ്. അതിൽപ്പെട്ടതാണ് റുക്കുനുൽ യമാൻ മുതൽ ഹജർ അൽ അസ്വദ് വരെയുള്ളതായ സ്ഥലത്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. അതറിയാത്ത മുസ്ലിമില്ലല്ലോ, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലാത്തതൊക്കെ സ്വന്തം മാതൃഭാഷയിൽ ഇഷ്ടമുള്ളത് അള്ളാഹിനോട് ചോദിച്ചാൽ മതി. തവാഫിൻ്റെ പ്രത്യേകതയാണ്, നിസ്കാരം മാതിരിയല്ല. നമസ്കാരത്തിൻ്റെ അകത്ത് മാതൃഭാഷ പാടില്ല. തവാഫിൽ മാതൃഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാം. ഹജ്ജിലും ഉംറയിലും മുഴുവനും മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ തവാഫിൽ ഒരാൾ ചെല്ലുക മറ്റാൾ ചൊല്ലിക്കൊടുക്കുക എന്നത് മറ്റുള്ളവർക്ക് തശ്വീഷാണ്, മറ്റുള്ളവർക്ക് പ്രയാസമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അത് പ്രയാസമായി തീരും. നമുക്ക് തന്നെ അനുഭവമാണല്ലോ, ഒരാളെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് നന്നായി ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, അതിനാവശ്യമില്ല. സഹാബാക്കൾ പഠിപ്പിച്ച ശൈലിയും അല്ല അത്. സലാം. ഇന്നലെ രാത്രിയത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയം. ഉഹദ് പോർക്കളത്തിൻ്റെ മുമ്പിൽ ജബലുൽ ഐനൈൻ എന്ന പേരിൽ അറിയപ്പെടേണ്ട ജബലുർ റുമാത്ത് എന്ന പേരിൽ ഇപ്പോൾ പറയപ്പെടുന്ന ഒരു പർവ്വതമുണ്ട്. ചെറിയ കുന്നാണത്. ആ കുന്നിൻ്റെ മീതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50ഓളം അമ്പെയ്ത്ത് വിദഗ്ധന്മാരെ നിർത്തിയത്. ആ കുന്നിൻ്റെ പേരെന്താണ്? ജബലുൽ ഐനൈൻ. 2 തടാകം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് ആ പർവ്വതത്തിന് നൽകപ്പെട്ടത്. ഉഹദ് പർവ്വതത്തിൻ്റെ മീതെ അല്ലാതെ. ഇന്നത്തെ പേര് റുമാത്ത്, അമ്പെയ്ത്തുകാർ. യാത്ര വേളയിൽ അനുവദിക്കപ്പെട്ടതായ ഏത് കൺസെഷൻ അനുവദനീയമായ ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതോടുകൂടി ബാധ്യത അവസാനിച്ചു. പിന്നെ നിസ്കാരം വന്നോ തീർന്നോ എത്തിയോ പോയെന്നോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമായി ചിന്തിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തുന്ന സ്ഥലത്തേക്ക് എത്തലോടുകൂടി നിങ്ങളുടെ യാത്ര മുറിയുമോ ഇല്ലേ എന്നുള്ളതാണ്, അവസാനിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. അല്ലേ? അപ്പോൾ നിങ്ങൾ ജംആക്കിയതായ നമസ്കാരം ഇത് ളുഹറിനെ അസ്റിലേക്ക് ജംആക്കി. ളുഹറിൻ്റെ ടൈം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അസ്ർ നിസ്കരിക്കാൻ വേണം. എന്തുകൊണ്ട്? അയാളെ യാത്ര അവസാനിച്ചു. ശ്രദ്ധിച്ചോ?
ളുഹറിന്റെ ടൈം അവസാനിക്കുന്നതിന് മുമ്പാണ് എത്തിയതെങ്കിൽ അയാൾ അസർ നമസ്കരിക്കേണ്ട വേണം. ളുഹറിന്റെ സമയം അവസാനിച്ചു, അസർ ആരംഭിച്ചു, അപ്പോഴാണ് മദീനയിലേക്ക് ഒരാൾ എത്തിയത്. അയാളെ നാട് മദീനയാണ്, എന്നാൽ അയാൾ നിസ്കരിച്ച ജമ്മ ആക്കിയ ജമ്മ തന്നെ മതിയാവുന്നത്.